ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വഅത്ബാഇഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഞാനിന്ന് ചർച്ച ചെയ്യുന്നത് മദ്യപാനത്തെക്കുറിച്ചാണ്. മദ്യപാനം എന്ന് പറയുന്ന മാരകമായ ഒരു സ്വഭാവം, അത് ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, മദ്യപാനം കൊണ്ട് നന്നായിട്ടുള്ളവർ ഈ ലോകത്താരും തന്നെ ഇല്ല. വ്യക്തിപരമായാലും കുടുംബപരമായിട്ടും മദ്യപാനം കൊണ്ട് ദോഷമല്ലാതെ മറ്റ് യാതൊരു ഗുണങ്ങളും മദ്യപാനം കൊണ്ട് ഉണ്ടാകുന്നില്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടാകും, കുടുംബത്തെ വഴക്കുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, കുടുംബത്തെ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുവഴി എന്തെല്ലാം നാശങ്ങളും നഷ്ടങ്ങളും നമ്മുടെ കുടുംബത്തുണ്ടാകുമോ അതെല്ലാം ഈ മദ്യപാനത്തിൻ്റെ കാരണം കൊണ്ടുണ്ടാകുന്നതാണ്. മദ്യപാനം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന കുടുംബക്കാരുണ്ട്. ഇതുവരെ മദ്യപാനം കൊണ്ട് നന്നായിട്ടുള്ളവരാരുമില്ല. മദ്യപാനം കൊണ്ട് നഷ്ടമല്ലാതെ സാമ്പത്തിക നഷ്ടമുണ്ടാകും, ശരീരത്തിന് അസുഖങ്ങളുണ്ടാകും. മദ്യപാനം സ്ഥിരമാക്കിയാൽ കരളിനും അതുപോലെ വയറുവേദന, കരളിന് വീക്കമുണ്ടാകും, കരളിന് വേദന ഉണ്ടാകും, നെഞ്ച് വേദന ഉണ്ടാകും, വയറുവേദന ഉണ്ടാകും, ക്ഷയരോഗം, ന്യൂമോണിയ പോലെയുള്ള മാരകമായ രോഗങ്ങൾ മദ്യപാനം സ്ഥിരമാക്കുന്നവർക്ക് ഉണ്ടാകുന്നതാണ്. മദ്യപാനം ഒരിക്കലും നമുക്ക് ആരും നല്ലതാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം മദ്യപാനം ദോഷമാണെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും എല്ലാം സ്ഥിരപ്പെട്ടതാണ്. ഖുർആൻ തന്നെ പറയുന്നു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യപാനവും ചൂതാട്ടവും പന്തായം വെക്കലും അതുപോലെയുള്ള കാര്യങ്ങൾ ശൈത്താൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അത് നമ്മളിൽ ആർക്കും അത് പാടുള്ളതല്ല. കാരണം മദ്യപാനം ചെയ്താൽ മദ്യപിച്ച ഒരു വ്യക്തി അവൻ മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന് എന്ത് ദോഷം ചെയ്യാനും അവന് യാതൊരു മടിയുമില്ല. അവന് ധൈര്യമാണ്, എന്ത് ദോഷം ചെയ്യാനും അവന് ധൈര്യമാണ്. എന്ത് പാപം ചെയ്യുന്നത് പാപമാണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ദോഷമാണെന്നോ തെറ്റായ കാര്യമാണെന്നോ അവന് ബോധമില്ല. അവൻ വീട്ടിൽ വന്ന് കയറിയാൽ ഭാര്യയാണോ, മാതാപിതാക്കളാണോ, മക്കളാണോ, സഹോദരങ്ങളാണോ എന്നുള്ള ഒരു തോന്നലോ ഒന്നുമില്ലാതെ അവൻ വീട്ടിൽ വഴക്കായി, പ്രശ്നങ്ങളായി, സാധനങ്ങളൊക്കെ അടിച്ചുപൊട്ടിയിലായി, എല്ലാവിധ ബുദ്ധിമുട്ടുകളും അവൻ വരുത്തി തീർക്കുന്നുണ്ട്. പണ്ട് മക്കൾക്കടുത്ത ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. ആ വ്യാപാരി കുറേ നാൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഹജ്ജിന് പോകണമെന്നൊരാഗ്രഹമുണ്ടായി. അപ്പോൾ അയാൾക്ക് കുറേ സമ്പത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ വിശ്വസനായ ഒരാളെ ഈ സമ്പത്ത് മുഴുവൻ ഏൽപ്പിച്ചിട്ട് വേണം ഇയാൾക്ക് ഹജ്ജിന് പോകാൻ. അങ്ങനെയുള്ള ആ മനുഷ്യൻ അയാൾ താമസിക്കുന്ന പരിസരത്തും ആ രാജ്യങ്ങളെല്ലാം അന്വേഷിച്ചു. അയാൾ ഈ സമ്പത്ത് ഏൽപ്പിച്ചിട്ട് പോകാൻ വിശ്വസനായ ഒരാൾ ആരാണ് അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഒരുപാട് നടന്നതിന് ശേഷം വിശ്വസനും ഒരു നേരത്തെ ഫർള് പോയിട്ട് ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാത്ത നല്ല സ്വാലിഹായ മനുഷ്യൻ, ഹജ്ജുകളും ഉംറകളും ഒക്കെ ഒരുപാട് ചെയ്ത മനുഷ്യൻ, ആർക്കും സമ്മതനായ മനുഷ്യൻ, സാലിഹായ മനുഷ്യൻ. ആ മനുഷ്യനോട് ചെന്നിട്ട് കാര്യം പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോകുന്നു, എനിക്കുള്ള കുറേ സമ്പത്ത് ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് ആരുമില്ല. വിശ്വസനായ ഒരാളെ ഞാൻ തിരഞ്ഞു നടക്കുമ്പോഴാണ് നിങ്ങളെ കണ്ടത്. അതുകൊണ്ട് ഞാൻ പോയി ഇൻഷാ അല്ലാഹ് പോയി തിരിച്ചു വരുന്നവരെ ഞാൻ തരുന്ന സമ്പത്ത് നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ വിശ്വസനായ മനുഷ്യൻ്റെ കയ്യിൽ ആ വ്യാപാരി സമ്പത്ത് ഒരു കിഴിയിലാക്കി ആ മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് ഇയാൾ ഹജ്ജിന് പോയി മാസങ്ങൾക്ക് ശേഷം ഇയാൾ തിരിച്ചു വന്ന് രണ്ടാമത്തെ ദിവസം 2 ദിവസം വീട്ടിൽ താമസിച്ചു. രണ്ടാമത്തെ ദിവസം ഇയാൾ തൻ്റെ സമ്പത്ത് പണക്കിഴി മേടിക്കാനായിട്ട് ആ ഏൽപ്പിച്ച ആളെ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ആ മനുഷ്യൻ മരണപ്പെട്ടു പോയ പേരും അറിയുന്നത്. അങ്ങനെ ആ മനുഷ്യൻ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിലായി, പ്രയാസത്തിലായി, ഊണില്ല, ഉറക്കമില്ല, വല്ലാത്ത പ്രയാസത്തിലായി. ആ സമയത്ത് അവിടെയുള്ള ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും എല്ലാം കണ്ട് ഇയാൾ ഈ കാര്യം സംസാരിച്ചു. ഞാൻ ഹജ്ജിന് പോകാൻ നേരം എൻ്റെ ഉണ്ടായിരുന്ന സമ്പത്ത് പണം ഞാൻ ഈ മരണപ്പെട്ടു പോയ ആളെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. ഞാൻ വന്നപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല, മരണപ്പെട്ടു പോയി. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ആലിമീങ്ങൾ പണ്ഡിതന്മാരെല്ലാവരും കൂടി ഒത്തിരുന്നു ഒരു തീരുമാനം പറഞ്ഞു. നിങ്ങൾ മക്കയിൽ പോകണം. മക്കയിൽ പോയി
മക്കയിൽ സംസം കിണറുണ്ട്. ആ സംസം കിണറ്റിൽ നോക്കിക്കൊണ്ട് ഈ മനുഷ്യൻ്റെ പേര് വിളിക്കുക. പേര് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും നിങ്ങൾക്ക് അദ്ദേഹം മറുപടി തരും എന്ന് പറഞ്ഞു. ആശ്വാസമായി ആ മനുഷ്യൻ നേരെ മക്കയിലേക്ക് ഓടി. മക്കയിൽ ചെന്നു സംസം കിണറ്റിലേക്ക് നോക്കിക്കൊണ്ട് ഈ മനുഷ്യൻ ആ മനുഷ്യൻ്റെ പേര് വിളിച്ചു. ഒരു വട്ടം വിളിച്ചു, 2 വിളിച്ചു, 3 വിളിച്ചിട്ടും മറുപടി ഇല്ലാതായി. നിരാശനായി മടങ്ങി ആ മനുഷ്യൻ വീണ്ടും ഈ ആലിമീങ്ങളെ പണ്ഡിതന്മാരെ കണ്ടു. സംസം കിണറ്റിൽ നോക്കി വിളിച്ചിട്ടും ആ മനുഷ്യൻ്റെ യാതൊരു മറുപടിയും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ആലിമീങ്ങൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ യമനിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ബർഹൂത്ത് എന്ന് പറയുന്ന ഒരു കിണറുണ്ട്. യമനിൽ പോയി ബർഹൂത്ത് എന്ന് പറയുന്ന കിണറ്റിൽ നോക്കി നിങ്ങൾ വിളിക്കുക, അവിടെ നിന്നും മറുപടി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ യമനിൽ പോയി അവിടെ ബർഹൂത്ത് എന്ന് പറയുന്ന ഒരു കിണർ കണ്ടു. ആ കിണറിൻ്റെ കരയിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ്റെ പേര് വിളിച്ചു. ആദ്യത്തെ വിളിക്ക് മറുപടിയൊന്നുമില്ല. 2ാമത്തെ വിളിക്ക് ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ തന്ന സമ്പത്ത്, ഞാൻ തന്ന പണക്കിഴി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു മൂലയിൽ ഞാൻ കിഴക്ക് വടക്ക് ഭാഗത്തുള്ള എൻ്റെ വീടിൻ്റെ മൂലയിൽ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്, ഭദ്രമായി അവിടെ കാണും, നിങ്ങൾ പോയി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ ചോദിച്ചു, ഒരു ഫർള് പോയിട്ട് സുന്നത്ത് പോലും ഒഴിവാക്കാത്ത സ്വാലിഹായ മുത്തക്കിയായ മനുഷ്യൻ, നിങ്ങൾ എന്താണ് ഇവിടെ വരാൻ കാരണം? ഇവിടെ നരകവാസികൾ കിടക്കുന്ന സ്ഥലമാണ്, ഒരുപാട് വലിയ പാപം ചെയ്യുന്ന ആൾക്കാർ കിടക്കുന്ന സ്ഥലമാണ്, നിങ്ങളിവിടെ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ കിണറ്റിൽ കിടന്നുകൊണ്ട്, നരകത്തിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നു, സഹോദര, എനിക്ക് കുറേ നാളുകളായിട്ട് വയറിനൊരു വേദന, വയറിൻ്റെ ഇടതു ഭാഗത്തൊരു വേദന വരുമായിരുന്നു. ഒരുപാട് മരുന്നുകളെല്ലാം കഴിച്ചു. ഒരുപാട് മരുന്നുകളെല്ലാം കഴിച്ചിട്ടും വേദന മാറാഞ്ഞിട്ട് അവസാനമായി ഞാനൊരു വൈദ്യനെ കണ്ടു. ആ വൈദ്യൻ പറഞ്ഞു, നിങ്ങളിനി മരുന്ന് കഴിക്കണ്ട, ഒരു മരുന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു ഗ്ലാസ് കള്ള് കുടിക്കുക. ആ കള്ള് കുടിച്ചാൽ നിങ്ങളുടെ അസുഖം ഭേദമാവും, വേറൊരു മരുന്ന് നിങ്ങൾ കഴിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞതിൻ്റെ പേരിൽ ചികിത്സയായിട്ട് ആ മനുഷ്യൻ ഒരു വർഷത്തിൽ ഒരു ദിവസം ഒരു നേരം ഒരു ഗ്ലാസ് കള്ള് കുടിക്കുമായിരുന്നു. അങ്ങനെ അസുഖം മാറുന്നത് വരെ ആ മനുഷ്യൻ ആ കള്ള് കുടിക്കുമായിരുന്നു. ഞാൻ ആ കള്ള് കുടിച്ചതാണ് ഞാൻ ഈ നരകത്തിൽ വന്ന് പെടാൻ കാരണമെന്ന് അവിടെ കിടന്നുകൊണ്ട് ഈ വ്യാപാരിയോട് അദ്ദേഹം മറുപടി പറയുകയാണ്. അപ്പോൾ ഒരു ചികിത്സയ്ക്ക് ഒരു അസുഖം മാറുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് കള്ള് ഒരു വർഷത്തിൽ അദ്ദേഹം കുടിച്ചെങ്കിൽ ഇന്ന് 24 മണിക്കൂറും മദ്യം കുടിച്ച് വഴിയിൽ കൂടി ആടിപ്പാടി നടക്കുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അത് മദ്യം കൊണ്ട് ഒരിക്കലും ദുനിയാവും ആഖിറവും അവന് നല്ലതാകുകയില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മദ്യപാനം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, അത് സഹോദരങ്ങളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, മക്കളാകട്ടെ, ആദന്യമാകട്ടെ, ആര് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയാലും മദ്യപാനം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ആ മദ്യപാനം നിർത്താനും, അതുപോലെ മദ്യം മാത്രമല്ല പുകയില ഉൽപ്പന്നങ്ങളോ ഹാൻസ് ഉൽപ്പന്നങ്ങളോ അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ആരെല്ലാം ഉപയോഗിച്ചാലും അതിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി ഞാൻ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇൻഷാ അള്ളാഹ് ഒരു പാത്രം വെള്ളമെടുത്തിട്ട് ആദ്യം അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു ഫാത്തിഹ ഓതുക. ആ ഫാത്തിഹ ഊതി ആ വെള്ളത്തിൽ ഊതിന് ശേഷം സൂറത്തുൽ മുഅ്മിനൂൻ ഒരു പ്രാവശ്യം ഓതുക. ആ ഒരു പ്രാവശ്യം ഓതി വെള്ളത്തിൽ ഊതുക. അതിനുശേഷം യാ തവ്വാബ് യാ അള്ളാഹ് എന്ന് 475 പ്രാവശ്യം ഓതി വെള്ളത്തിൽ ഊതുക. ഓരോ 100 പ്രാവശ്യമാകുമ്പോഴും വെള്ളത്തിൽ ഊതണം, ഒന്നിച്ച് ഓതിയാൽ പോരാ. അതിനുശേഷം സൂറത്തുൽ മാഇദ 90, 91, 92 ആയത്തുകൾ 3 തവണ ഓതുക. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ എന്ന് തുടങ്ങുന്ന 3 ആയത്ത് ഓതി 3 തവണ വെള്ളത്തിൽ ഊതുക. അതിനുശേഷം സൂറത്തുൽ പരിശുദ്ധ ഖുർആൻ്റെ 52ാമത്തെ സൂറത്ത് തൂറിൽ 28ാം ആയത്ത്, ഇന്നാ കുന്നാ മിൻ ഖബലു നദ്ഉഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഇന്നാ കുന്നാ മിൻ ഖബലു നദ്ഉഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഒന്നും കൂടി പറയാം, ഇന്നാ കുന്നാ മിൻ ഖബലു നദ്ഉഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം എന്ന് 11 തവണയും അവസാനം 6 സ്വലാത്തും ചൊല്ലി വെള്ളത്തിലൂതി മദ്യപാനിക്ക് കൊടുത്താൽ ഇൻഷാ അള്ളാഹ് പരിശുദ്ധ ഖുർആൻ ഹക്കുകൊണ്ട് മദ്യപാനത്തിന് ശമനം കിട്ടും. മദ്യത്തിനോടുള്ള ആക്രാന്തം ഇല്ലാതായി കിട്ടും. ഒരു ദിവസം ഒരു നേരമോ അല്ലെങ്കിൽ 2 നേരം കൊടുക്കാമെങ്കിൽ അങ്ങനെയെങ്കിലും ഈ പരിശുദ്ധ ഖുർആൻ ഓതി കൊടുക്കുക. അത് കുടിച്ചു കഴിഞ്ഞാൽ മദ്യത്തിനുള്ള ആഗ്രഹം ഇല്ലാതായിത്തീരും. അങ്ങനെ ആ വീടിനും വീട്ടുകാർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാവും.
മദ്യം കുടിക്കുന്ന ആൾക്കാരിൽ നിന്നും അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തെങ്കിലും സംശയങ്ങളുള്ളവർ എൻ്റെ നമ്പർ നേരത്തെ തന്നിട്ടുണ്ട്, വിളിക്കുക. അതുപോലെ എല്ലാവരും കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ പ്രോത്സാഹനം നിങ്ങളാണ്. അപ്പോൾ നിങ്ങളതിനെ മറന്നു പോകരുത്. എല്ലാവരും മുടങ്ങാതെ വീഡിയോ കാണുക. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.